ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഭയങ്കരപ്പെട്ടൊരു വീഡിയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, പിന്നെ ഒരു ചെറിയൊരു അൺബോക്സിങ് അത്രയാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഡെല്ലിൻ്റെ വയർലെസ് കീബോർഡാണ്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ MRP നോക്കാം. നമുക്കത് ഏകദേശം 1400 എന്ന് വേണമെങ്കിൽ പറയാം, ₹1 കുറവുണ്ട്. അപ്പോൾ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇപ്പം തന്നെ എൻ്റെ വർക്ക് ബെഞ്ചിൽ CPU ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പം കീബോർഡും മൗസും ഉപയോഗിക്കുന്ന വളരെ ബുദ്ധിമുട്ടിയാണ്, വയേർഡ് വയ്ക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഞാൻ വയർലെസ് ആക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ വയർലെസ് ആക്കാൻ തീരുമാനമെടുത്തപ്പം കുറച്ച് ക്വാളിറ്റി ഉള്ളതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഡെല്ലിൻ്റെ ബ്രാൻഡ് തന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ എന്തായാലും ഇതിന് അൺബോക്സ് ചെയ്യാം. എൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മുടെ സ്റ്റൈലൻ കീബോർഡ് ഇങ്ങനെ കാണാൻ കഴിയും. അതിൻ്റെ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നോക്കിയേ, ഇവിടെ ഒരു ബാറ്ററിയുടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്മാർട്ട്, എനിക്കിഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ട് ലുക്ക്. അപ്പോൾ നമ്മൾ പുറകിലോട്ട് നോക്കാമെങ്കിൽ ഡെല്ലിൻ്റെ ഏകദേശം 30 മില്ലി ആംപിയറും 3 വോൾട്ടാണ്. അപ്പോൾ 2 ബാറ്ററി ആയിരിക്കണം 3 വോൾട്ടാണെങ്കിൽ. ഓക്കെ, ബാറ്ററിയുടെ ഇതൊക്കെ കാണാം നമുക്ക്. പിന്നെ ബോക്സിനകത്ത് അതിൻ്റെ യൂസർ മാനുവലും വാറണ്ടി കാർഡും കാണാം. വേറൊന്നുമില്ല, അത് ബോക്സാണ്. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ നമ്മുടെ മൗസ് ഇരിക്കുന്നത് കാണാം. മൗസ് ഡെൽ ബ്രാൻഡ് നെയിമൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ ഇതിന് രണ്ടിനും കൂടെ വേണ്ടിയിട്ടുള്ള ഡോങ്കിൾ, ഇതാണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കാനുള്ളത്. ഇത് വയർലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന. അപ്പോൾ അതിൻ്റെ ഡോങ്കിൾ നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് നോക്കട്ടെ, ബാറ്ററിയാണ് കേട്ടോ. ബാറ്ററി കുറച്ച് നല്ല ബാറ്ററി തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, AAA ഡ്യൂറോസെല്ലിൻ്റെ 2 ബാറ്ററിയും AA ഡ്യൂറോസെല്ലിൻ്റെ ഒറ്റ ബാറ്ററിയും, അങ്ങനെ ഇത്രയും ബാറ്ററിയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ AAA വന്നിട്ട് ഇതാണ് AAA വന്നിട്ട് നമ്മുടെ കീബോർഡിനും ഈ AA വന്നിട്ട് മൗസിനും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് മൗസിൻ്റെ ഇവിടുത്തെ ലോക്ക് അഴിക്കാം. ഓക്കെ, പ്ലസ് മൈനസ് അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ആ രീതിയിൽ തന്നെ ഇടാം. പിന്നെ നമുക്ക് ബാറ്ററി എളുപ്പത്തിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക്, അപ്പോൾ അത് വരുന്ന രീതിയിൽ തന്നെ ചെയ്യാം. പോസിറ്റീവ് ഇങ്ങനെയാണ് വരുന്നത്. ഈ വയർലെസ് മൗസുകൾ പ്രധാനമായിട്ട് കേടാവാനുണ്ടാകുന്ന റീസൺ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഈ ബാറ്ററി ആൽക്കലൈൻ ബാറ്ററി ആയിരുന്നാലും നമ്മുടെ സാധാ കിട്ടുന്ന ബാറ്ററികളായിരുന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ലീക്കാവുന്ന പ്രശ്നം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ മൗസ് കേടായി കണ്ടുവരുന്നത്. ഓക്കെ, അതിനുശേഷം അടുത്തത് AAA ബാറ്ററി. അതിനും ബാറ്ററിയുടെ ആരോമാർഗം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ലോക്കും ചെയ്തു. പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇതിന് ഓൾറെഡി ഒരു പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. മൗസ് ഓണായി നിൽപ്പുണ്ട്, ബ്ലിങ്ക് ചെയ്യാണ്, കോൺഫിഗർ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ കാർട്ടൂൺ ബോക്സെല്ലാം എടുത്ത് മാറ്റാം. ഈ ഡോങ്കിൾ സിസ്റ്റത്തിൻ്റെ പുറകിലോട്ടൊന്ന് കണക്ട് ചെയ്യാം.
ഈ ഡോങ്കിൾ എന്ന് പറയുന്നത് ഓൾറെഡി ഈ കീബോർഡിനും മൗസിനും കൂടെ വേണ്ടിയിട്ട് ഒരൊറ്റ ഡോങ്കിൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, കീബോർഡിനും മൗസിനും ഒറ്റ ഡോങ്കിൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാം. സിസ്റ്റത്തിൻ്റെ പുറകിലേക്ക് പോകാം. കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. ഇത് സ്റ്റഡി ആയിട്ടുണ്ട്. ഓക്കെ, സ്റ്റഡി ആയിട്ടുണ്ട്. നോക്കാം, കാണുന്നുണ്ടോ? മൗസിൻ്റെ പോയിൻ്റർ മാറുന്നുണ്ടോ? ഓക്കെ, ഇനി കീബോർഡ് വർക്ക് ചെയ്യുന്ന നോക്കാം. കീബോർഡ് വർക്ക് ചെയ്യുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കീബോർഡ് അടുത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് മെനു എടുത്ത് നോക്കാം. അല്ലേ, സ്റ്റാർട്ട് മെനു എടുത്ത് നോക്കാം. ഞാനിപ്പോൾ ഡ്യുവൽ മോണിറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മെയിൻ മോണിറ്ററിലേക്ക് പോകാം. സ്റ്റാർട്ട് മെനു, വയർലെസ് സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ ഈ വയേർഡായിട്ട് ബുദ്ധിമുട്ടിയുള്ള വിഷയമില്ല. കീബോർഡും മൗസും തന്നെ വയർലെസ് ആയി കഴിഞ്ഞു. അത്യാവശ്യം റേഞ്ചിലിരുന്ന് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.